നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സുവർണ ജൂബിലിയുടെ ഭാഗമായി സെമിനാറും പ്രതിഭാ സംഗമവും തൊടുപുഴയിൽ നടന്നു. പഴയരിക്കണ്ടം CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ സുവിശേഷ യോഗവും രോഗശാന്തി ശുശ്രൂഷയും നടന്നു. CSI ഈസ്റ്റ് കേരള മഹാ ഇടവ ബിഷപ്പ് റവറന്റ് ഡോക്ടർ KG ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി ആനക്കൂട് കവലയിൽ നടന്ന എതിരേൽപ്പ് വെളുപ്പ് ഭക്തിസാന്ദ്രമായി. ഇതിനോടനുബന്ധിച്ച് ട്രിപ്പിൾ തായമ്പകയും നടന്നു. തപസ്യ കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രൊഫസർ മാധു കാടുക്കൽ ഏപ്രിൽ 16-ന് തൊടുപുഴയിലെത്തും. ലോറി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ. അറക്കുളം FCI ഗോഡൌണിലെ ചരക്ക് നീക്കം നിലച്ചു. മദ്യലഹരിയിൽ മുത്തശ്ശി തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കൊച്ചുമകൾ ദേവി ശെൽവം മരിച്ചു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് ദേവി മരിച്ചത്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. മുട്ടം കൃഷിഭവന് സമീപമാണ് പുതിയ സർക്കാർ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ദൂരെ പോയി ചികിത്സ തേടുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം പഞ്ചായത്തിൽ ഈ സൗകര്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. മുട്ടത്തിൽ ഒരു കുറവുണ്ടായിരുന്നൊരു ആയുർവേദ ആശുപത്രിയുടെ അത് അനുവദിച്ചു തരണം എന്നിവിടെയുള്ള ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു. ഈ വർഷം ആയുർവേദ ആശുപത്രികൾ അനുവദിച്ചപ്പോൾ ഒരെണ്ണം തൊടുപുഴയ്ക്ക് വേണം, അത് മുട്ടത്തിലായിരിക്കണം എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് പറയുകയും അതനുസരിച്ച് നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. കേരളമെന്ന് കേൾക്കുമ്പോൾ അത്രയും പ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ്, ആയുർവേദത്തിൻ്റെ നാടാണ്, ഔഷധ സസ്യങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ പരമ്പരാഗതമായ കടുത്ത വേനലിൽ ഒരിറ്റ് ജലത്തിനായി ജനങ്ങൾ നെട്ടോട്ട് മൂടുമ്പോൾ തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. മാർക്കറ്റ് റോഡിൽ വാക്കണ്ടം ബിൽഡിംഗ്സിന് സമീപത്തായാണ് പൈപ്പ് പൊട്ടിയത്. നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. NGO യൂണിയൻ സുവർണ ജൂബിലിയുടെ ഭാഗമായി തൊടുപുഴയിൽ സെമിനാർ നടന്നു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ജാതിവിരുദ്ധ സ്വഭാവവും ഇതെല്ലാം തന്നെ കാണാം. പക്ഷെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജാതിവിരുദ്ധമായത് മാത്രമല്ല, ജന്മിവിരുദ്ധമായിട്ടുള്ള ഭൂമിയുടെ അവകാശമാർക്കാണ്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കൊളോണിയൽ സമൂഹത്തിലെ ഭൂമിയുടെ അവകാശത്തെ പുനർനിർവചനം ചെയ്തുകൊണ്ടാണ് കൊളോണിയൽ ഭരണം നിലനിന്ന് വന്നത്. ഞങ്ങൾ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്നത് 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു റെഗുലേഷനിലൂടെ കോൺവാലീസ് പ്രഭു അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമര സംഘടനയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട കോൺവാലീസ് ഇവിടെ വിജയശ്രീലാളിതനാകാൻ വേണ്ടി NGO യൂണിയൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രതിഭാ സംഗമത്തിൽ സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്കണ്ടിയോ ചന്ദ്രശേഖരൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അംഗം TM ഗോപാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PB ജഗദീഷ്, M കൃഷ്ണപ്രസാദ്, PM ഫിറോസ്, MN ശിവനുണ്ണി, TM ഹാജ്ര, ജില്ലാ പ്രസിഡന്റ് C ബിനോവ തുടങ്ങിയവർ പ്രസംഗിച്ചു.
കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് തുടക്കമായി. ആദ്യപടിയായി ബൂത്ത് ഭാരവാഹികൾ, മണ്ഡല ഭാരവാഹികൾ എന്നിവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം ഉണ്ടായിരിക്കും. ആലക്കോട്, കുമാരമംഗലം, ഇടവെട്ടി പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പാണ് വെള്ളിയാഴ്ച തൊടുപുഴയിൽ നടന്നത്. പഴയരിക്കണ്ടം CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ സുവിശേഷ യോഗവും രോഗശാന്തി ശുശ്രൂഷയും നടന്നു. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറന്റ് ഡോക്ടർ KG ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ കോതായിക്കുന്നിൽ ലോറി തടി കയറ്റി വരവെ കെട്ടഴിഞ്ഞ തടികൾ റോഡിൽ വീണു. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. സംഭവ സമയത്ത് മറ്റു വാഹനങ്ങളോ ആളുകളോ സമീപത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തടികൾ റോഡിൽ വീണതോടെ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി ആനക്കൂട് കവളിയിൽ നടന്ന എതിരേൽപ്പ് വിളക്ക് ഭക്തിസാന്ദ്രമായി. റോഡിന്റെ ഇരുവശങ്ങളിലും കുരുത്തോലകളും മാലകളും നിലവിളക്കുകളും നിറഞ്ഞിരുന്നു. ഇതിനോടനുബന്ധിച്ച് ട്രിപ്പിൾ തായമ്പകയും നടന്നു. ആനക്കൂട് കമ്പളിയിൽ നടന്ന ട്രിപ്പിൾ തായമ്പകയ്ക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ മക്കളായ മട്ടന്നൂർ ശ്രീരാജ്, മട്ടന്നൂർ ശ്രീകാന്ത് എന്നിവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ ഗജവീരന്മാർ ഇപ്പോൾ ഇരട്ടി ഹാപ്പിയാണ്. എഴുന്നള്ളപ്പിന് മുൻപും ശേഷവുമെല്ലാം വിശാലമായ കുളി പാസാക്കാം, അതും ഷവറിനടിയിൽ നിന്നുകൊണ്ട്. കൊതി തീരുവോളം കുളിക്കാം, രസിക്കാം. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അണിനിരക്കാനെത്തിയ ഗജവീരന്മാർക്ക് ഇപ്പോഴിതാ വിശാലമായ ഷവർ ബാത്ത് സൗകര്യവും. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അണിനിരക്കാനെത്തിയ ഗജവീരന്മാർക്ക് ഇപ്പോഴിതാ വിശാലമായ ഷവർ ബാത്ത് സൗകര്യവും. വേനൽ ചൂട് കടുത്തതോടെ ആനകൾക്ക് വേണ്ട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പുതിയ സംവിധാനം. മുൻപൊക്കെ ആറ്റിലിറങ്ങി കുളിക്കേണ്ടിയിരുന്ന ഗജവീരന്മാർക്ക് ഇനി നേരെ ഷവറിനടിയിൽ നിന്നാൽ മതി കുളിച്ച് ഉഷാറാവാൻ. വ്യാഴാഴ്ച മുതൽ ക്ഷേത്രത്തിൽ 5 ആനകളാണ് എഴുന്നള്ളപ്പിനായി എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി തെങ്ങുമ്പള്ളിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനവും പാർട്ടി അംഗത്വം രാജിവെച്ച് NCP ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രൂപ്പിൻ്റെ കുപ്പായമണിയാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുള്ളൊരു സാഹചര്യം. അത് ഒരു ബഹുഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരെയും ഒട്ടുമിക്ക പ്രാദേശിക നേതാക്കന്മാരെയും മനോവിഷമപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ കുപ്പായമണിയാതെ ഒരു സംരക്ഷണം കിട്ടാത്ത സാഹചര്യം, പാർട്ടി പ്രവർത്തകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലോ ജനകീയ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിലോ രാഷ്ട്രീയ നേതൃത്വം പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് മണ്ഡലം സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ സ്ഥാനത്യാഗത്തിന് ഇടയായിട്ടുള്ളൊരു സാഹചര്യം. ഗ്രൂപ്പിൽ പ്രവർത്തിക്കാതെ ഒരു പൊതുവായ തീരുമാനവുമായി നമ്മൾ തൊടുപുഴയ്ക്ക് തിലകക്കുറിയായി ശ്രീഭാരത കലാക്ഷേത്ര എന്ന നാട്യസംഗീത വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കലയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം സംസ്കാര സമ്പന്നമായൊരു സമൂഹമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഭാരത കലാക്ഷേത്ര 3ാം നിലയിലാണെങ്കിലും ധാരാളം കുട്ടികളെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുട്ടികളാകുമ്പോൾ കയറാൻ ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല. നൃത്തത്തിൻ്റെ എല്ലാ ഇനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതിന് പറ്റിയ ടീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ടീച്ചേഴ്സിനെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും
തൊടുപുഴയ്ക്ക് അത് നേട്ടമായിരിക്കും. ധാരാളം കലാകാരന്മാരെയും കലാകാരികളെയും പരിശീലിപ്പിക്കാൻ ഈ ശ്രീകലാ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ സ്റ്റാൻഡുകൾ പുനർനിർണയിക്കുന്നതോടെ ദുരിതത്തിലാകുന്നത് ജില്ലയിലെ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. കാൽനട യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കാത്ത തരത്തിൽ റോഡിലെ ടാറിൽ നിന്ന് 1.5 മീറ്റർ മാറി മാത്രമേ ഓട്ടോ ടാക്സി പാർക്കിംഗ് അനുവദിക്കാവൂ എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി വിധി നടപ്പാക്കുന്നതോടെ ജില്ലയിലെ ഒട്ടുമിക്ക ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും ഇല്ലാതായേക്കും. ജില്ലയിലെ ഭൂരിപക്ഷം സ്റ്റാൻഡുകളും റോഡിൽ തന്നെയാണ്. കോടതി വിധി 1 മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നഗരത്തിൽ മാത്രം 50-ലധികം ഓട്ടോ സ്റ്റാൻഡുകളും 2500-ലധികം ഓട്ടോറിക്ഷകളുമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിരവധി ടാക്സി സ്റ്റാൻഡുകളും സജീവമാണ്. സമൂഹത്തിലെ ആയിരക്കണക്കിന് ഇടത്തരം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഓട്ടോ ടാക്സികൾ. സ്ഥലപരിമിതിയുള്ള നഗരപ്രദേശങ്ങളിൽ കോടതി വിധി കർശനമായി നടപ്പാക്കിയാൽ പലയിടത്തും യാത്രക്കാർക്ക് ഓട്ടോയും ടാക്സിയും ലഭിക്കാതെ അവസ്ഥയുണ്ടാകും. തൊടുപുഴയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെയും KSRTC സ്റ്റാൻഡിന്റെയും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകൾ ഇല്ലാതാകും. പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്ന സാധാരണ ജനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ 1 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നടപടിയെടുക്കണമെന്നുമാണ് ജസ്റ്റിസ് V. ചിദംബരേഷ് ഉത്തരവിട്ടത്. തപസ്യകാല സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രൊഫസർ മാധു കാടിക്കൽ ഏപ്രിൽ 16-ന് തൊടുപുഴയിലെത്തുമെന്ന് തപസ്യ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പരിപാടി പ്രത്യേകിച്ചും പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ വിവാദമായിരിക്കുകയാണ്. തപസ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതി സംസ്കാരം, സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു പരിസ്ഥിതി സംസ്കാരം വളർത്തിയെടുക്കുക, അതിലൂന്നി നിന്നുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുക എന്ന രീതിയിലാണ് തപസ്യ അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് നടത്തിയ പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ആ റിപ്പോർട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ റിപ്പോർട്ടിനെ കുറിച്ച് വലിയ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ആധികാരികമായിട്ട് റിപ്പോർട്ടിനെ കുറിച്ച് വാഴക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു. വെള്ളിയാഴ്ച വെളുപ്പിനാണ് അപകടം നടന്നത്. അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ലോറി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ. ആറക്കുളം FCA ഗോഡൌണിലെ ചരക്ക് നീക്കം നിലച്ചു. ഫുഡ് കോർപ്പറേഷന്റെ ആറക്കുളം ഗോഡൌണിൽ എത്തുന്ന ചരക്കു വാഹനങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പ് ലോഡ് കയറ്റി നൽകണമെന്ന ആവശ്യവുമായാണ് തൊഴിലാളികൾ സമരം തുടങ്ങിയത്. പകൽ 11 മണിയോടെ ലോറികൾക്ക് പാസ് ലഭിക്കുന്നതാണ് തൊഴിലാളികളെ വലയ്ക്കുന്നത്. കോട്ടയം അങ്കമാലി FCA ഗോഡൌണിൽ നിന്നും രാവിലെ 9-ന് ചരക്കെത്താറുള്ള കാര്യവും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ KP അബ്ദുൽ കരീം, KS കൊച്ചുമോൻ, KH ലത്തീഫ്, KA ജോർജ്, അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത്. വരൾച്ച, കൃഷിനാശം എന്നിവ മൂലം കഷ്ടത അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. വരൾച്ച മൂലം ജില്ലയിൽ വൻതോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏലം ഉണങ്ങുന്നു, കുരുമുളക് ഉണങ്ങുന്നു, മറ്റതുപോലുള്ള വിളകളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. കൃഷിനാശം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കർഷകർക്കുണ്ടായ നഷ്ടം എത്രയെന്നറിയുന്നതിന് വേണ്ടി കർഷകർക്ക് അപേക്ഷ കൃഷി ആഫീസുകളിൽ സമർപ്പിക്കാൻ വേണ്ടി അപേക്ഷകൾ സ്വീകരിക്കാത്ത ഒരു സമീപനമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയെയും കേരളത്തെയും വരൾച്ച ബാധിത സംസ്ഥാനമായി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വരൾച്ച ബാധിതമായി പ്രഖ്യാപിച്ച ഒരു പ്രദേശത്ത് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളും ഇടുക്കിയിലെ കർഷകർക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ ഇപ്പോൾ നൽകുന്നില്ല. ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ഇപ്പോൾ നെട്ടോട്ടമിടുകയാണ്. എന്നാൽ മദ്യലഹരിയിൽ മുത്തശ്ശി തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കൊച്ചുമകൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കോലാനി പാറക്കടവ് പുത്തുംപുരയ്ക്കൽ ശെൽവത്തിന്റെ മകൾ ദേവി ശെൽവമാണ് മരിച്ചത്. ദേവിയുടെ മുത്തശ്ശി ഭവാനി പോലീസ് കസ്റ്റഡിയിലാണ്. മാർച്ച് 3-നാണ് മദ്യലഹരിയിലായ മുത്തശ്ശി ഉറങ്ങിക്കിടന്ന കൊച്ചുമകളുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്.
ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ 1.5 മാസമായി ചികിത്സയിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സുവർണ ജൂബിലിയുടെ ഭാഗമായി സെമിനാറും പ്രതിഭാ സംഗമവും തൊടുപുഴയിൽ നടന്നു. പഴയരിക്കണ്ടം CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ സുവിശേഷ യോഗവും രോഗശാന്തി ശുശ്രൂഷയും നടന്നു. CSI ഈസ്റ്റ് കേരള മഹാ ഇടവ ബിഷപ്പ് റവറന്റ് ഡോക്ടർ KG ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി ആനക്കൂട് കവലയിൽ നടന്ന എതിരേൽപ്പ് വെളുപ്പ് ഭക്തിസാന്ദ്രമായി. ഇതിനോടനുബന്ധിച്ച് ട്രിപ്പിൾ തായമ്പകയും നടന്നു. തപസ്യ കലാ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രൊഫസർ മാധു കാടുക്കൽ ഏപ്രിൽ 16-ന് തൊടുപുഴയിലെത്തും. ലോറി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ. അറക്കുളം FCI ഗോഡൌണിലെ ചരക്ക് നീക്കം നിലച്ചു. മദ്യലഹരിയിൽ മുത്തശ്ശി തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കൊച്ചുമകൾ ദേവി ശെൽവം മരിച്ചു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് ദേവി മരിച്ചത്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.